ഇതിനു വേണ്ടിയിട്ട് ജീവിക്കണം. സത്സംഗം. അങ്ങനെ സത്സംഗത്തിലൂടെ മനസ്സിലാക്കണം എന്റെ ജന്മോദ്ദേശം എന്താണ്. അപ്പൊ നമുക്ക് രണ്ട് ഉദ്ദേശങ്ങളുണ്ട് അത്രേ ജീവിതത്തിൽ. ഒന്ന്, നാം ആർജിച്ചു വെച്ച ചില സംസ്കാരങ്ങളുണ്ട്. ആ വാസനകളെ ഇവിടെ തീർത്തുകൊണ്ട് വേണം പോവാൻ. രണ്ടാമത്തത്, ഈ ജീവൻ എവിടെ എത്തിച്ചേർന്നാലാണോ പൂർണ്ണമായ ഒരു ശാന്തിയും സംതൃപ്തിയും ഇവന് കിട്ടുന്നത്, അതിലേക്ക് ഇവിടുന്ന് തന്നെ ഉയർന്നിട്ട് വേണം, അനുഭവിച്ചിട്ട് വേണം, ധന്യനായി കൃതാർത്ഥനായിട്ട് വേണം ഇവിടെ നിന്നും പോവാൻ. മനസ്സിലായില്ലേ സ്വാമി പറഞ്ഞത്? അതായത് നമ്മൾ ഇങ്ങോട്ട് വന്നതിന്റെ പിന്നിൽ ചില സംസ്കാരങ്ങളാണ് നമ്മളെ കൊണ്ടുവന്നത്. ആ സംസ്കാരങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ അതിനെയൊക്കെ അനുഭവിക്കാതെയോ അല്ലെങ്കിൽ അനുഭവിച്ച് തൃപ്തിപ്പെടാതെയോ ജന്മോദ്ദേശം മനസ്സിലാക്കാതെയോ മരിച്ചുപോയാൽ വീണ്ടും അനുഭവിച്ചതെല്ലാം ആവർത്തിച്ച് അനുഭവിക്കാനായി ഈ ജീവൻ ഇങ്ങോട്ട് വരേണ്ടി വരും. അതുകൊണ്ട് വിവേകവും വൈരാഗ്യവും വരണം. അനുഭവിച്ചിട്ട് നമ്മൾ അവിടെ അടിവരയിടണം. എന്ത്? ഈ അനുഭവങ്ങൾക്കെല്ലാം ഇത്രയേ സുഖം തരാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു അനുഭവത്തിന്റെ പരിമിതിയെ ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, ഒരിക്കൽ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളാരും അതിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല. അതുപോലെ നമ്മൾ അനുഭവിച്ച അനുഭവങ്ങളിൽ നമുക്കൊരു മടുപ്പ് വരണം. മടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ വാക്കുകളൊക്കെ നെഗറ്റീവായിട്ട് അർത്ഥം പറയേ, അത് വളരെ ശ്രദ്ധിക്കണം ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം. മടുപ്പെന്ന് പറഞ്ഞാൽ വിവേകത്തോടുകൂടി നമ്മുടെ മനസ്സ് പറയണം, ഇതിന് ഇത്രയേ സുഖം തരാൻ സാധിക്കുകയുള്ളൂ, ഇത്രയേ സാധിക്കുകയുള്ളൂ. അതാണ് വിവേകം എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്നവരെ ധർമ്മജ്ഞന്മാരെന്നാ പറയുന്നത്. ഭാഗവതത്തിൽ അത് മനസ്സിലാക്കിയ ഒരു ധർമ്മജ്ഞനുണ്ട്. ആരാണത്രേ? യയാതി മഹാരാജാവ്. പരീക്ഷിത്ത് മഹാരാജാവിന്റെ ജാതകർമ്മം ചെയ്യുമ്പോൾ പറയാണ്, ഇവൻ യയാതിയെപ്പോലെ ധർമ്മിഷ്ഠനായി തീരുന്നതാണ്. ഇതൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ രസം പിടികിട്ടും. യയാതിയിൽ ഒരു ധർമ്മവും ഇല്ല. സ്വന്തം ഭാര്യയെ വഞ്ചിച്ചവനാണ് ആര്? യയാതി. ഒരു ദാസിയെ കൊണ്ടുപോയിട്ട് ദാസിയിൽ പുത്രോത്പാദനം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ രാജാവ് തന്റെ പത്നി കാണാതെ ദാസിയിലും പുത്രോത്പാദനം ചെയ്തു. കാമത്തെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിന്. അങ്ങനെ കാമലംബടനായ യയാതിയെയാണ് ഭാഗവതത്തിൽ ധർമ്മജ്ഞൻ എന്ന് പറയുന്നത്. നിങ്ങൾ പുസ്തകം എടുത്ത് വായിച്ചു നിങ്ങൾക്ക് കാണാം. അതെന്തിനാ പിന്നെ അയാളെ ധർമ്മജ്ഞൻ എന്ന് പറഞ്ഞത്? ദാസിയിലും പത്നിയിലും കാമമനുഭവിച്ച് പുത്രന്മാരോട് നാണം കെട്ട് യൗവനം വാങ്ങിച്ച് ആ പുത്രന് യൗവനം തിരിച്ചു കൊടുക്കുമ്പോ പത്നിമാരോട് പറയാണ്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാമം ഉപഭോഗേന ശാമ്യതി ഹവിഷ കൃഷ്ണവത്മേന ഭൂയയേവാഭിവർദ്ധതി. വലിയൊരു സത്യം ഞാൻ മനസ്സിലാക്കി. എന്താണ്? എത്ര അനുഭവിച്ചാലും കാമം മതിയായി എന്നൊരിക്കലും മനസ്സിന് തോന്നില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ചനുഭവിക്കാൻ അത് നമ്മളെ പ്രേരിപ്പിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇതുകൊണ്ടൊരിക്കലും മനുഷ്യ മനസ്സിന് തൃപ്തി വരാൻ പോകുന്നില്ല. അതാണ് വിവേകം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യയാതി ആരായി തീർന്നത്? ധർമ്മിഷ്ഠനായി തീർന്നത്. മനസ്സിലായില്ലേ? പറയാൻ സാധിച്ചു. അദ്ദേഹം പറയാണ്, കത്തുന്ന തീയിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെയാണ് കാമവികാരങ്ങള്. അത് ഒന്നനുഭവിക്കുന്തോറും ഇനിയും അനുഭവിക്കണം, ഇനിയും അനുഭവിക്കണം. അതുകൊണ്ടായിരിക്കാം മനുഷ്യൻ ആർത്തനായിട്ട് ഇങ്ങനെ ഓടുന്നത് പറയാൻ. കല്യാണം കഴിച്ചിട്ട് മനുഷ്യന് തൃപ്തരാവുണ്ടോ? അതുകൊണ്ടല്ലേ ചിന്ന വീടും പക്ക വീടും ഒക്കെ ഇട്ട് പോകുന്നത്. തമിഴ്നാട്ടിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. വീട് വെച്ചിട്ട് മനുഷ്യൻ തൃപ്തനാവുന്നുണ്ടോ? എത്ര ഫ്ലാറ്റ് കിട്ടിയ മനുഷ്യൻ തൃപ്തനാവുണ്ടോ? എവിടെയും തൃപ്തനാവുന്നില്ല. മനുഷ്യൻ നോക്കുകയാണ്, ഇവിടെ തൃപ്തനാവോ, ഇവിടെ തൃപ്തനാവോ. എത്രയൊക്കെ പരീക്ഷണം ചെയ്തു കഴിഞ്ഞാലും മനുഷ്യ മനസ്സിനൊരിക്കലും തൃപ്തി വരുന്നില്ല. നിങ്ങൾ നോക്കൂ, ഭക്ഷണം കൊണ്ട് നമ്മൾ തൃപ്തരാണോ? ഒരു തൃപ്തിയില്ല. ഇന്ന് രാവിലെ കഴിച്ചത് നമുക്ക് നാളെ കഴിക്കുമ്പോൾ തോന്നും അത് വേണ്ടാന്ന്. നിങ്ങൾ എന്നും ഇഡ്ഡലി കഴിച്ചു നോക്കൂ, പറയാം വിവരം. നമുക്ക് ഇഡ്ഡലി പോരാ, ദോശ വേണം. ഓരോന്നോരോന്നും നമ്മൾ മാറ്റി നോക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കഴിച്ചാൽ സുഖം കിട്ടും, ഇത് കഴിച്ചാൽ സുഖം കിട്ടും. എത്ര കഴിച്ചാലും പോരാ 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 തന്നെ മനസ്സ്. ഇതുവരെ ആർക്കും ഈ കാര്യത്തിൽ തൃപ്തി വന്നിട്ടില്ല.
അപ്പൊ ഇതൊന്നും പരീക്ഷിക്കേണ്ടെന്നാണോ പറയുന്നത്? അല്ല, നമ്മൾ വിവേകത്തോടുകൂടി തിരിച്ചറിയണം, ഇതിനൊക്കെ ഇത്രയേ തരാൻ സാധിക്കുള്ളൂ. എന്നാൽ ഇതിലപ്പുറം വല്ല സുഖവുമുണ്ടോ? ഒരിക്കൽ നമുക്ക് ഈ വിവേകം വന്നാൽ ഇനി പറയാണ്, സർവത്ര സംഘമുത്സൃജ്യ സ്വപ്നോപമ്യേന ഭാമിനി. ഇനി നമുക്ക് ഈ സ്വപ്നത്തിൽ നിന്നും ഉയരാം. കൃഷ്ണയേവം മന നിവേശ്യ, അന്തരാത്മാവായിരിക്കുന്ന കൃഷ്ണനിലേക്ക് മനസ്സിനെ നമുക്ക് ഉയർത്താം. അങ്ങനെ നമുക്ക് ആത്മസംതൃപ്തിയിലേക്ക് ഉയരാം. നേരത്തെ ഭോഗസംതൃപ്തിയിൽ നിന്നുമുള്ള മനസ്സിനെ ആത്മസംതൃപ്തിയിലേക്ക് ഉയർത്താൻ സാധിച്ച ആളാണ് ആര്? യയാതി എന്ന് പറയാണ്. ഇതാണ് പക്വത എന്ന് പറയുന്നത്. പ്രായം വരുന്തോറും നമുക്ക് എന്ത് വേണം? ഭോഗങ്ങളോടുള്ള ആസക്തി കുറഞ്ഞ് ആത്മീയതയിലുള്ള സംതൃപ്തി കൂടിക്കൂടി വരണം. നാമം ജപിക്കുന്നതിൽ, ഭഗവത് വിചാരം ചെയ്യുന്നതിൽ, പുസ്തകങ്ങൾ, ആത്മീയ പുസ്തകങ്ങൾ വായിക്കുന്നതിൽ, അതിലൊക്കെ നമ്മൾ കൂടുതൽ രമിക്കാൻ തുടങ്ങണം. ഇന്ന് നമ്മൾ ഈ പക്വത കാണുന്നില്ല പലരിലും. പ്രായമാകുമ്പോഴാണ് ടി വിയുടെ മുന്നിലിരിക്കുന്നത്, പ്രായമാകുമ്പോഴാണ് വേണ്ടാത്ത ചിന്തകളായിട്ട് നടക്കുന്നത്. മനസ്സിലായില്ലേ? 70-ാമത്തെ വയസ്സിലും കല്യാണം കഴിക്കുന്നവരുണ്ട് ഇപ്പോ. എന്തുകൊണ്ടാ? കാമം വിട്ടുപോയിട്ടില്ല. ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആലോചന ഇനി ഒരുത്തിയെ കിട്ടുമെന്നുള്ളതാ. ഞാനും നിങ്ങളും ജനിച്ചു വന്നതിന്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. അത് കേവലം ഇവിടെ വന്ന് കല്യാണം കഴിച്ച് കുട്ടികളായി വീട് വെച്ച് ആ വീട്ടിൻ്റെ ഉള്ളിൽ ഫ്ലാറ്റാവലല്ല നമ്മുടെ ഉദ്ദേശ്യം. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ മനസ്സിനെ എത്രയോ ഉയർത്താനാണ്. ആ ഉയർത്താൻ നമുക്ക് സ്വയം മനസ്സിലാക്കി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സത്സംഗങ്ങളിലേക്കൊക്കെ പോയി ഈ കാര്യങ്ങളെ വ്യക്തമാക്കി മനസ്സിലാക്കിയെടുക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതാണ് നാരദ മഹർഷി ആരെ ഓർമ്മിപ്പിക്കുന്നത്? രാമനെ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ ഓരോ കഥകളും നിങ്ങൾ എടുത്തു നോക്കൂ, നമുക്കുള്ളൊരു സന്ദേശം അതിൻ്റെ അകത്തുണ്ട് പ്രിയാണ്. എന്നിട്ട് പറഞ്ഞു, അതുകൊണ്ട് രാമ, അങ്ങക്കെല്ലാം അറിവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഈ കാര്യം ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നു എന്ന് മാത്രം. ഉടനെ ശ്രീരാമസ്വാമി പറഞ്ഞു, വളരെ സന്തോഷമായി നാരദ മഹർഷി, ഏതായാലും ഞാനുണ്ടല്ലോ ഇവിടുന്ന് 14 വർഷം കാട്ടിലേക്ക് പോവും, രാവണനെ വധിച്ച് വരുന്നുണ്ട് എന്ന്. ഈ 14 വർഷം കാനനവാസം നേരത്തെ തന്നെ ശ്രീരാമസ്വാമി കണ്ടിരുന്നു. നിങ്ങൾക്ക് കാണാമത്. എന്തിനാ ഈ കാനനവാസം? തന്റെ ജന്മോദ്ദേശം മനസ്സിലാക്കിയാലും, നമ്മൾ സത്സംഗത്തിലൂടെ മനസ്സിലാക്കിയാലും നമ്മൾ തന്നെ വേണം സത്സംഗങ്ങളിലൂടെ മനസ്സിലാക്കിയതിനെ സാധനയനുഷ്ഠിച്ച് മുന്നോട്ട് പോവാൻ. അപ്പൊ അതിന് നമ്മൾ കുറെ ഏകാന്തതയിൽ വർത്തിക്കേണ്ടതുണ്ട് പ്രിയേണ. ഇപ്പൊ ജീവിതത്തിൽ കുറച്ച് സമയമുണ്ടല്ലോ, നമുക്കായിട്ട് മാറ്റിവെക്കണം. ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് നാമം ജപിക്കാനും ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് ധ്യാനം അഭ്യസിക്കാനും നമ്മൾ പരിശീലിക്കണം. രാവിലെ എണീറ്റുടനെ തന്നെ മറ്റുള്ളവരുടെ കൂടെ കൂടുകയാണ് നമ്മൾ, അല്ലേ? നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരു സമയം ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ കൂടെ എത്ര നേരം നമ്മൾ ഇരിക്കുന്നുണ്ട്? 2 മിനിറ്റ്. അപ്പോഴേക്കും തന്നെ ചായയുടെയും കാപ്പിയുടെ ഓർമ്മയാണ് വരുന്നത്. അപ്പൊ കുറച്ചു സമയം നമ്മളുണ്ടല്ലോ മറ്റുള്ളവരിൽ നിന്നും വിട്ടുകൊണ്ട് ഒരു ഭാഗത്തിരുന്ന് ഭഗവത് വിചാരത്തെ സ്വയം ചെയ്യാൻ നമ്മൾ പരിശീലിക്കണം. അവിടെ നമ്മൾ പറയണം, ആ ഒരു സമയത്ത് എന്റെ കൂടെ ഞാനും ഭഗവാനും മാത്രമേ ഉള്ളൂ. ധ്യാനം അഭ്യസിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഈ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ കുറച്ച് ക്രൂരമായ വാക്കുകൾ പറഞ്ഞു വെച്ചിട്ട് തെറ്റില്ല എന്നാണ്. എന്താണത്രേ പറയേണ്ടത്? കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ആ ഭഗവത് ചൈതന്യത്തെ നോക്കിക്കൊണ്ട് പറയണം, ത്വമേവ മാതാച്ച പിതാത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാത്വമേവ ത്വമേവ വിദ്യാ ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ. എനിക്ക് ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, ഇതൊന്നും നിങ്ങൾക്ക് പറയാൻ തോന്നില്ല. ആ ഒരു വിചാരം നമുക്കുണ്ടാവണം. ഇതെല്ലാം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ് എന്നുള്ള ബോധത്തോടെ ധ്യാനിക്കാനിരിക്കണം. ഈ 14 വർഷം കാനനവാസം നേരത്തെ തന്നെ ശ്രീരാമസ്വാമി കണ്ടിരുന്നു. നിങ്ങൾക്ക് കാണാമത്. എന്തിനാ ഈ കാനനവാസം? തന്റെ ജന്മോദ്ദേശം മനസ്സിലാക്കിയാലും, നമ്മൾ സത്സംഗത്തിലൂടെ മനസ്സിലാക്കിയാലും നമ്മൾ തന്നെ വേണം സത്സംഗങ്ങളിലൂടെ മനസ്സിലാക്കിയതിനെ
സാധനയനുഷ്ഠിച്ച് മുന്നോട്ട് പോവാൻ. ഇപ്പൊ ജീവിതത്തിൽ കുറച്ച് സമയമുണ്ടല്ലോ, നമുക്കായിട്ട് മാറ്റിവെക്കണം. ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് നാമം ജപിക്കാനും ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് ധ്യാനം അഭ്യസിക്കാനും നമ്മൾ പരിശീലിക്കണം. ആ ഒരു സമയത്ത് എന്റെ കൂടെ ഞാനും ഭഗവാനും മാത്രമേ ഉള്ളൂ. നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ ഏകാന്തതയിൽ ധ്യാനം അഭ്യസിച്ചിട്ടാണ് ഈശ്വര സാക്ഷാത്കാരം നേടി അവർ ഋഷീശ്വരന്മാരായി ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കും ഈശ്വരനിലേക്ക് ഉയരാൻ കുറച്ചു നേരം ഏകാന്തതയിൽ ഇരുന്ന് പരിശീലിക്കണം. അത് നേരത്തെ നമ്മൾ പരിശീലിച്ചാലുണ്ടല്ലോ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കില്ല. ഇന്ന് പ്രായം കൂടുന്തോറും ഒറ്റയ്ക്കിരിക്കുമ്പോൾ പേടി വരുന്നു, ബോറടിക്കണു പലർക്കും. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ? ഒറ്റയ്ക്കിരിക്കുമ്പം പലർക്കും ബോറടിക്കണു, ജീവിതം മടുക്കണു, ചിലർക്ക് പേടി വരുന്നു. അതൊക്കെ എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ ഏകാന്തതയിൽ ഇരുന്ന് പരിശീലിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ശ്രീരാമസ്വാമി 14 വർഷം ഞാൻ വനത്തിൽ പോകുന്നുണ്ടെന്ന് നേരത്തെ നിശ്ചയിച്ചത്. ഇതൊന്നും മന്ദര പറഞ്ഞിട്ടല്ല. മന്ദര പറയുന്നതിന് മുമ്പേ ശ്രീരാമസ്വാമി നിശ്ചയിച്ചത് നിങ്ങൾക്ക് രാമായണം വായിച്ചു കഴിഞ്ഞാൽ അറിയാം. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. അത് കഴിഞ്ഞ് ശ്രീരാമസ്വാമിയിൽ നിന്നും അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ച് നാരദ മഹർഷി പോയി. ഇനി പട്ടാഭിഷേകത്തിന്റെ തയ്യാറെടുപ്പാണ്. യുവരാജാവായി അഭിഷേകം ചെയ്യുന്നതിന്റെ തയ്യാറെടുപ്പാണ്. ആ തയ്യാറെടുപ്പ് നടക്കുന്ന സമയത്ത് വസിഷ്ഠ മഹർഷി അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തു. പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം, പൂയം നക്ഷത്രത്തിൽ തന്നെ ചെയ്യണം. അതാണെങ്കിലോ ദിവസം അടുത്തിരിക്കുന്നു. അതിനുവേണ്ട സംരംഭങ്ങളൊക്കെ ചെയ്ത് അതാ അങ്ങോട്ട് വസിഷ്ഠ മഹർഷി കടന്നുവന്ന് നിയോഗങ്ങളൊക്കെ പറഞ്ഞു. ദേ രാമ, അവിടുത്തെ പട്ടാഭിഷേകമാണ്, ആ പട്ടാഭിഷേകത്തിന് അങ്ങ് തയ്യാറാവണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഓർമ്മിപ്പിക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് മറ്റൊന്ന് കാണാം. അതാണ് വസിഷ്ഠ മഹർഷി ശ്രീരാമസ്വാമിയോട് പറയുന്ന ഒരു കാര്യം. അത് നമ്മൾ ഓർത്തു വെക്കുന്നത് വളരെ നല്ലതാണ്. പറയാണ്, ഞാൻ അങ്ങയോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അങ്ങയെ യുവരാജാവായി വാഴിക്കണം എന്നൊക്കെ പറയുമ്പോഴും എനിക്കറിയാം അവിടുന്ന് അവതാരമൂർത്തിയാണ്, ഒരു അവതാര ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. എന്നാലും അങ്ങ് യുവരാജാവാണെന്ന നിലയ്ക്ക് ഞാൻ ഈ രാജവംശത്തിന്റെ പുരോഹിതൻ എന്ന നിലയ്ക്ക് എനിക്ക് ആ പൗരോഹിത്യ കർമ്മം ചെയ്തേ പറ്റുള്ളൂ. എന്നാലും എനിക്കറിയാം ആ കർമ്മം നിന്ദ്യമാണ് എന്ന്. ഒരു പ്രയോഗമുണ്ട്, പറയാണ്, നാം സത്സംഗങ്ങളിലൂടെ മുന്നേറും തോറും നമുക്ക് വേണ്ടി മറ്റൊരാളെ നാം ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ നിയോഗിക്കരുത് എന്ന് പറയാണ്. ഇത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. ഈശ്വരൻ എന്ന് പറയുന്നത് തന്റെ ആത്മാവാണെങ്കിൽ ആ ഈശ്വരനെ പ്രീതിപ്പെടുത്തേണ്ടത് തന്റെ മനസ്സുകൊണ്ടാണെങ്കിൽ ഈശ്വരനും എന്റെ മനസ്സിനുമിടയ്ക്ക് വേറൊരാള് ഇല്ല എന്ന് പറയാണ്. ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ എനിക്ക് വേണ്ടി വേറൊരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മീയമായി പുരോഗതി പ്രാപിക്കും തോറും നമ്മുടെ മനസ്സിനെ ഭഗവാനിൽ അർപ്പിക്കുന്നതിന് പകരം നാം ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ മറ്റൊരാളെ നിയോഗിക്കുകയാണെങ്കിൽ അത് നിന്ദ്യമാണ് എന്നാണ് രാമായണം ഓർമ്മിപ്പിക്കുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? നമുക്കും ഈശ്വരനും ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി ഇല്ല എന്ന് പറയുകയാണ്. തേർഡ് പാർട്ടി ഉണ്ടാവാൻ വയ്യ. കാരണം ഈശ്വരൻ എന്ന് പറയുന്നത് അവനവരുടെ ഓരോരുത്തരുടെയും ആത്മാവ് തന്നെയാണെന്നാണല്ലോ രാമായണം ഉറപ്പിക്കുന്നത്. ആ ആത്മാവിലേക്ക് ഉറപ്പിക്കേണ്ടതും ലയിപ്പിക്കേണ്ടതും ഓരോരുത്തരുടെയും സീതയാകുന്ന മനസ്സിനെയാണെങ്കിൽ ആ മനസ്സിനും രാമനായിരിക്കുന്ന ചൈതന്യത്തിനും ഇടയ്ക്ക് വേറൊരാളില്ല. ഉണ്ടോ? ഇപ്പൊ ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ എനിക്ക് വേണ്ടി വേറൊരാളെ നിയോഗിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? അപ്പം അതൊക്കെ നമുക്ക് ശ്രദ്ധ വരുത്താൻ വേണ്ടി തുടക്കത്തിൽ വേണം. അപ്പൊ നമുക്ക് ഈ പൂജകളോടൊക്കെ ഉള്ള നമ്മുടെ സമീപനം ഉണ്ടല്ലോ, പൂജ, ഹോമം, ഇതിനോടൊക്കെയുള്ള സമീപനം ഇത് ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. പലരും സത്സംഗങ്ങളൊക്കെ കേട്ടാലുണ്ടല്ലോ അത്രയൊന്നും പക്വത വരില്ല, എളുപ്പമല്ലത്. കാരണം ജന്മാന്തര കൃതീപുണ്യം, ജന്മാന്തരത്തിൽ ആർജിച്ചു വെച്ച പുണ്യം നല്ലവണ്ണം ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. കാരണം കുട്ടിക്കാലത്തെ നമ്മൾ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടി വേറൊരാൾക്ക് ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ സാധിക്കുന്നു. അതെങ്ങനെ സാധിക്കിയത്? ഈശ്വരൻ ആത്മാവാണെങ്കിൽ
അതെങ്ങനെ നമ്മുടെ ആത്മാവിനെ വേറൊരാൾക്ക് പ്രീതിപ്പെടുത്താൻ സാധിക്കും? എന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ എനിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ചെയ്യേണ്ടുന്നത് പൂജ ആര് തന്നെ ചെയ്യണം? ഞാൻ തന്നെ ചെയ്യണം. ക്ലിയർ ആണല്ലോ? ഇതാണ് വസിഷ്ഠ മഹർഷി രാമനോട് പറയുന്നത്. നൂനം പുരോഹിത കർമ്മം അനുഷ്ഠിച്ചു നിന്യമാണ്. ഞാൻ വേറൊരാൾക്ക് വേണ്ടി പുരോഹിതം ചെയ്യുന്നത് കാരണം എനിക്ക് വേറൊരാളെ ഈശ്വരനിലേക്ക് എത്തിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ സാധ്യമല്ല. പിന്നെ എന്തിനാ ഇത് വെച്ചിരിക്കുന്നത്? ഇതൊക്കെ എന്തിനാ വെച്ചിരിക്കുന്നത്? തുടക്കക്കാർക്കൊരു ശ്രദ്ധ വേണം. അതിന് ഇത്തരം കാര്യങ്ങളൊക്കെ അവരെ ആകർഷിപ്പിക്കാൻ പറ്റും. ഒരിക്കൽ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കുള്ള ആളെ ഉപേക്ഷിച്ചു കൊള്ളണം. ഇത് രമണ മഹർഷി വളരെ രസകരമായിട്ട് പറയും. കല്യാണം നടന്നു കിട്ടുന്നവരെ ബ്രോക്കറുടെ ആവശ്യമുള്ളൂ, അല്ലേ? കല്യാണം അങ്ങോട്ട് നടന്ന് താലി കെട്ടിക്കഴിഞ്ഞാൽ ബ്രോക്കർക്ക് കൊടുക്കാനുള്ളത് ബ്രോക്കർക്ക് കൊടുത്ത് പിന്നെ അവരുടെ ഇടയിൽ ആരാവശ്യമില്ല. അതുവരെ പയ്യന്റെ ഭാഗത്തുനിന്ന് ഒരു ബ്രോക്കർ വേണം, പെണ്ണിന്റെ ഭാഗത്തുനിന്ന് ഒരു ബ്രോക്കർ വേണം, അല്ലെങ്കിൽ ഒരു ബ്രോക്കർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ എന്ത് വേണം, എങ്ങനെ വേണം, എപ്പോ വേണം, എത്ര ആഭരണം കൊടുക്കും, എത്ര അത് കൊടുക്കും, ഇത് കൊടുക്കും, പെണ്ണിന്റെ ആസ്തി എത്ര ഉണ്ട്, പയ്യന്റെ ആസ്തി എത്ര ഉണ്ട്, ചെക്കന്റെ ചുറ്റുപാട് എങ്ങനെയുണ്ട്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്രോക്കറെയൊക്കെ വെക്കണം. പക്ഷെ ഒരിക്കൽ അവരുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ ബ്രോക്കറുടെ ആവശ്യമില്ല. ഇതുപോലെ നമുക്ക് വേണ്ടി ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ ഒരാളെ എത്ര കാലം വേണം? ഈശ്വരൻ നമ്മുടെ ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ആത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിനെ അർപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത് വരെ ആര് വേണം? ഒരു ബ്രോക്കർ വേണം. ഒരിക്കൽ നമുക്ക് വ്യക്തമായി കഴിഞ്ഞാൽ പിന്നെ ആരുടെ ആവശ്യമില്ല? ബ്രോക്കറുടെ ആവശ്യമില്ല. ഈവൻ കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ തന്നെ, കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട് എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ബ്രോക്കറെ നമുക്ക് വിടാവുന്നതേ ഉള്ളൂ. പിന്നെ ബ്രോക്കറുടെ ആവശ്യമില്ല. മിക്കവാറും ബുദ്ധിയുള്ള ബ്രോക്കർമാർ കല്യാണ നിശ്ചയം കഴിഞ്ഞാൽ അടുത്ത പണിക്ക് പോകും. കാരണം അവർക്കറിയാം ഇനി ഇവിടുന്ന് ഒന്നും കിട്ടാൻ ഇല്ല എന്നുള്ളത്. അവരടുത്ത ബ്രോക്കർ പണിക്ക് പോകുന്നു പറയാണ്. നല്ലൊരു ഉദാഹരണമല്ലേ ഇത്? ഇതിലപ്പുറമൊക്കെ എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കി തരിക? ഇതാണ് മെച്യൂരിറ്റി പറയുന്നത്. അപ്പൊ നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ വിവേകം ഉദിക്കണം. എന്റെയും ഈശ്വരന്റെയും ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടിക്ക് സാന്നിധ്യമില്ല. ഇതാണ് അദ്വൈത സിദ്ധാന്തം. അദ്വൈതത്തില് മനസ്സ് ഭഗവാനിലേക്ക് അർപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ആ കാര്യം നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, അപ്പം നമുക്ക് മനസ്സിലായി ഈശാവാസ്യമിതം സർവം. നാം ഇതുവരെ വിഗ്രഹത്തിൽ കണ്ട് ആരാധിച്ച ഈശ്വരൻ നമ്മളെ തന്നെ എപ്പോഴും നിരന്തരമുണ്ട്. അത് വേറൊരു സ്ഥലത്തല്ല ഇരിക്കുന്നത്. ഈ ബോധങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് വസിഷ്ഠ മഹർഷി രാമനോട് പറയുകയാണ്. ഏതായാലും അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതാ അവര് നിശ്ചയിച്ചു. പട്ടാഭിഷേകത്തിന്റെ സമയമൊക്കെ നിശ്ചയിച്ചു. പൂയം നക്ഷത്രത്തില് ഭരതനില്ലാത്ത സമയം നോക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഗംഭീരമായ അലങ്കാരങ്ങളും കൊടികളും തോരണങ്ങളും വേണ്ട രീതിയിലെല്ലാം ചെയ്തു. വലിയ വലിയ സജ്ജനങ്ങളെ കൊണ്ടുവന്ന് അവർക്കൊക്കെ കാല് കഴുകി അന്നവും അതുപോലെ തന്നെ ദക്ഷിണാദികളൊക്കെ കൊടുക്കാൻ നിശ്ചയിച്ചു. പൗരജനങ്ങൾക്ക് പല ദാനധർമാദികളൊക്കെ നിശ്ചയിച്ചു. അങ്ങനെ അഭിഷേകത്തിന്റെ തയ്യാറെടുപ്പ് അതിഗംഭീരമായ ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമസ്വാമിയെ അച്ഛൻ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, രാജീവനേത്രാ വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതൂ കണ്ടു ചൊൽവാനായി ഉഴറി വന്നേനഹം വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിരിക്ക ഞാനോരോരോ കർമ്മങ്ങെന്നൊടുങ്ങു ഒരുക്കുവൻ വൈകാതെ. ഇപ്രകാരം ദശരഥ മഹാരാജാവ് പറഞ്ഞതിനെ വസിഷ്ഠ മഹർഷി അറിയിച്ചു എന്നാണ്. രാമൻ തയ്യാറാവണം. നാളെയാണ് രാമന്റെ പട്ടാഭിഷേകം. ഉപവാസം അനുഷ്ഠിക്കണം. ദർഭപ്പുല്ലിൽ ഭാര്യയോടൊന്നിച്ച് കിടക്കണം. ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം. നാളെ പട്ടാഭിഷേക സമയം, ആ മുഹൂർത്തം, ആ സമയത്തെല്ലാ ചടങ്ങുകളും നടക്കും എന്ന് പറഞ്ഞ് ആ സമയത്ത് ശ്രീരാമസ്വാമിയുടെ മുഖം പ്രത്യേകിച്ച് പ്രസന്നമായില്ല എന്നാ പറയുന്നത്. പ്രത്യേകിച്ചൊരു സന്തോഷം തോന്നിയില്ലത്രേ. തന്റെ അഭിഷേകം നടക്കാൻ പോകുന്നു എന്ന് പറയുമ്പോ, നല്ല മംഗളകാര്യങ്ങൾ കേൾക്കുമ്പോ നമുക്ക് മുഖത്തൊക്കെ ഒരു കൂടുതലൊരു പ്രസരിപ്പുണ്ടാവും. ശ്രീരാമസ്വാമിക്ക് അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഓർഡിനറി ലെവൽ.
ആസ് യൂഷ്വൽ, സാധാരണ രീതിയിൽ തന്നെ. പ്രസന്നതാം യാനഗതാഭിഷേകാം തദന്നമംളേ വനവാസ ദുഃഖത. ഇനി അതേ മുഖം തന്നെയാണ് ശ്രീരാമസ്വാമി വനവാസത്തിലേക്ക് പോകുമ്പോഴും വച്ചിരുന്നത്. നോക്കൂ, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അത് സാധിക്കുമോ? ഇതിനെയാണ് സമാധി എന്ന് പറയുക. തന്റെ മനസ്സ് എന്തോ കിട്ടുന്ന സമയത്തും നഷ്ടപ്പെടുന്ന സമയത്തും ഒരേ മുഖഭാവത്തോടെ, മുഖഭാവം എന്നല്ല, മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്, ഒരേ മനസ്സോടെ നമുക്കതിനെ കേൾക്കാൻ സാധിക്കുക. നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും? നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് കുറെ ചീത്ത വിളിക്കുന്ന സമയത്ത് ഞാൻ ഉണ്ടാവുമല്ലോ, ഉണ്ടാവോ? അതേ സമയത്ത് നിങ്ങളെ പുകഴ്ത്തി പറയുന്ന സമയത്ത്, ഓ നിങ്ങൾ കാരണമാണ് അത് നടന്നത്, നിങ്ങൾ കാരണമാണ് എനിക്കത് കിട്ടിയത്, നിങ്ങളില്ലായിരുന്നെങ്കിൽ അത് കിട്ടില്ലായിരുന്നു, ഓ നിങ്ങൾ എത്ര സേവനാണ്. ഒരു പോക്കുമോ വില്ല് വളയുന്ന പോലെ. നേരെ മറിച്ച് നമ്മളെ ചീത്ത വിളിക്കുന്ന സമയത്ത് കുറ്റങ്ങളും കുറവുകളും പറയണ ഇത്ര വൃത്തികെട്ടൊരു ജന്തു എന്ന് പറഞ്ഞ് നമ്മുടെ കുറ്റങ്ങളൊക്കെ ഓരോന്ന് മുഖത്ത് നോക്കി പറയുമ്പം ശ്രീരാമസ്വാമിയെ സംബന്ധിച്ച് പട്ടാഭിഷേക സമയത്തും വനവാസത്തിന് പോകുമ്പോഴും ഒരേ മുഖം. ഇതെങ്ങനെ സാധിച്ചു? കുട്ടിക്കാലത്തെ മനസ്സിലായി, ഈ പട്ടാഭിഷേകം എന്ന് പറയുന്നത് ഒരു നേട്ടമല്ല, വനവാസം എന്ന് പറയുന്നത് ഒരു നഷ്ടമല്ല. നേട്ടം എന്ന് പറയുന്നത് കൂടെയുള്ള ഈശ്വരനാണ്, നഷ്ടം എന്ന് പറയുന്നത് ഈശ്വരനെ മറന്നുള്ള ജീവിതമാണ്. തന്റെ ജീവിത നിയോഗം മനസ്സിലാക്കാതെ ജീവിക്കുന്നതാണ് ഏറ്റവും നഷ്ടം. ഇന്ന് മനുഷ്യനുണ്ടല്ലോ നഷ്ടമായി കണക്കുന്നത് ഒന്നുകിൽ തന്റെ ഭൗതിക സമ്പത്തിനെയോ, അല്ലെങ്കിൽ താൻ അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയ ആളുകളെയോ, അല്ലെങ്കിൽ തന്റെ മാനത്തെയോ ആണ്. ഇതാണ് നമ്മൾ വലിയ നേട്ടമായി കണക്കാക്കിയിരിക്കുന്നത്. ഈ നേട്ടങ്ങളൊക്കെ നഷ്ടപ്പെടുമ്പോൾ നമ്മളിരുന്ന് ദുഃഖിക്കേണ്ടി വരും. എന്നാൽ ശ്രീരാമസ്വാമി നേട്ടമായി കണക്കാക്കിയത് തന്റെ ആത്മാവിനെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീരാമസ്വാമിയെ തളർത്താൻ ഒരാൾക്കും സാധിച്ചില്ല. നോക്കൂ, എത്ര മനോഹരാണ് ഈ ഭാഗങ്ങളൊക്കെ. അപ്പോ യാതൊരു വിധത്തിലുള്ള ഒരു പ്രത്യേകതയും തോന്നിയില്ല. നാളെ പട്ടാഭിഷേകം, ശരി. ഒരു മെന്റൽ പേഷ്യന്റിനോട് പറയാണ് നാളെ പട്ടാഭിഷേകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മുഖത്ത് എങ്ങനെ ഉണ്ടാവും? ഒരു ഇമ്മച്യൂരിറ്റി വരാത്ത ഒരാള്. അതേപോലെ ശ്രീരാമസ്വാമിയും ബാഹ്യമായൊരു ജഡനെ പോലെ അത് സ്വീകരിച്ചു എന്നാണ്. എന്നിട്ടോ പറയാണ്, തയ്യാറായിക്കോളൂ രാമ, അങ്ങനെയൊക്കെ അനുഷ്ഠിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം പട്ടാഭിഷേകത്തിന്റെ തയ്യാറെടുപ്പിന് വേണ്ടി നല്ല സൂട്ടും കോട്ടൊക്കെ പണിതിട്ടുണ്ട് രാമൻ. കാരണം അച്ഛനൊക്കെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. പട്ടാഭിഷേകത്തിന് പ്രത്യേകം ഡ്രസ്സൊക്കെ വേണമല്ലോ, അപ്പൊ കല്യാണത്തിന് പ്രത്യേകം ഡ്രസ്സൊക്കെ വേണമല്ലോ. അതുപോലെ ശ്രീരാമസ്വാമിയും പ്രത്യേകിച്ച് കസവ് വസ്ത്രങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ശ്രീരാമസ്വാമി അച്ഛൻ നിയോഗിച്ച കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നു. തന്റെ കൊട്ടാര ജോലികളൊക്കെ കഴിഞ്ഞ് ദശരഥ മഹാരാജാവ് തിരിച്ചു പോകുന്നതിന്റെ ഇടയ്ക്ക് ഒരു വലിയ സംഭവം ഉണ്ടായിരുന്നാണ്. വളരെ സന്തോഷത്തിലായിരുന്നു കൈകേയി ദേവി. ആ കൈകേയി ദേവിയുടെ സന്തോഷം കണ്ടപ്പോ തോഴിയായ ദാസിയായ ട്യൂഷൻ ടീച്ചറായ മന്ദര, കൈകേയിയുടെ ട്യൂഷൻ ടീച്ചറാണ് മന്ദരാദേവി. മന്ദരയെ കണ്ടു. അപ്പൊ ചോദിച്ചു, കൈകേയിയോട് ചോദിക്കുകയാണ്, എന്താ മുഖത്ത് ഇത്ര സന്തോഷം എന്ന്? ഹേയ് മന്ദരേ, നീ അറിഞ്ഞില്ലേ, എന്റെ പ്രിയപുത്രനായ ഓമനപുത്രനായ രാമകുമാരന് നാളെ പട്ടാഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നു ദശരഥ മഹാരാജാവ്. കൊട്ടാരം മുഴുവൻ ഉത്സവത്തിലാണ്, രാജ്യം മുഴുവൻ ആഘോഷത്തിലാണ്, ഇവിടെ എവിടെ നോക്കിയാലും കൊടിതോരണങ്ങൾ കാണണോ? ഓ, എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ, ഇതാ പിടിച്ചോളൂ എന്റെ ഒരു മാല എന്ന് പറഞ്ഞ് തന്റെ മാല തോഴിയുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചീ മൂടെ എന്ന് പറഞ്ഞ ഒരൊറ്റ തട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി. എടീ മൂടെ, നീ എന്തു മനസ്സിലാക്കി? പട്ടാഭിഷേകം രാമനെ നിശ്ചയിച്ചിരിക്കുന്നത് വലിയ ചതിയാണ് രാജൻ ചെയ്തിരിക്കുന്നത്, നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ടപ്പോ ഒരു നിമിഷം കൈകേയി നിശ്ചലേ. എന്താ നീ പറയുന്നത്? എന്റെ ഓമനപുത്രന് ഭരതനേക്കാൾ എനിക്കിഷ്ടം രാമനെയാണ്. ആ ഓമനപുത്രന് രാജാവ് പട്ടാഭിഷേകം നിശ്ചയിച്ചതിൽ ഞാൻ സന്തോഷിക്കരുതെന്നോ? എന്ത് മൂഢത്വമാണ് പറഞ്ഞത്? എന്നിട്ട് ചോദിക്കുകയാണ്, രാമൻ നിനക്ക് എന്തു ദോഷമാണ് ചെയ്തിരിക്കുന്നത് എന്ന്? ആരെയും വേദനിപ്പിക്കാത്ത രാമകുമാരൻ നിന്നെ വേദനിപ്പിക്കേ? ഒരിക്കലും സാധ്യമല്ല എന്ന്. ഉടനെ പറഞ്ഞു, മൂഢേ, വിഡ്ഢി, നീ എന്ത് മനസ്സിലാക്കി? നിനക്കർഹതപ്പെട്ട രാജ്യം
നിന്റെ പുത്രൻ അർഹതപ്പെട്ട രാജ്യം നിന്റെ പുത്രനെ അകറ്റി നിർത്തി. ഇതാ രാജാവ് വൻ ചതിയിലൂടെയാണ് രാമന് കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നിനക്കില്ലാതെയായി പോയല്ലോ മൂടെ. നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ പറയുന്നത്. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാമനെങ്ങാനും യുവരാജാവായി തീർന്നാൽ ആ രാമന്റെ ദാസനായി തീരണം നിന്റെ പുത്രൻ. നീയാണെങ്കിലോ കൗസല്യാമാതാവിന് ദാസ്യവേല ചെയ്യേണ്ടവളാവും എന്ന് പറഞ്ഞ് ആ കൈകേയി ദേവിയുടെ മനസ്സിനെ ഒന്ന് വഴിതെറ്റിക്കാൻ ആർക്ക് സാധിച്ചു? മന്ദരയ്ക്ക് സാധിച്ചു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ബ്രെയിൻ വാഷ് ചെയ്യാണ്. പറഞ്ഞു, പണ്ട് നിന്റെ കല്യാണം നടക്കുന്ന സമയത്ത് കന്യകാശുൽക്കമായി നൽകിയ രാജ്യമാണ്, നിനക്ക് അവകാശപ്പെട്ട രാജ്യമാണത്. അതും പോട്ടെ, പണ്ട് ദേവാസുര യുദ്ധസമയത്ത് രാജാവ് യുദ്ധത്തിന്റെ സമയത്ത് കൂട്ടിക്കൊണ്ടുപോയത് നിന്നെയാണ്. അന്ന് രാജാവിന്റെ തേരിലെ രഥചക്രം വീഴുന്ന സന്ദർഭത്തില് നീയാണ് രാജാവിനെ രക്ഷിച്ചത്. രാജാവിന്റെ പ്രാണൻ രക്ഷിച്ചതിന് അന്ന് സന്തോഷത്തോടുകൂടി രാജാവ് നിന്നോട് 2 വരങ്ങൾ ചോദിച്ചു കൊള്ളാൻ പറഞ്ഞപ്പോ ഭാഗ്യവശാൽ നീ പറഞ്ഞു സമയവും സന്ദർഭവും വരുമ്പോ, ഇപ്പോഴെന്താ ഇതിന്റെയൊക്കെ ഒരു ആവശ്യം രാജൻ, സമയം വരുമ്പോ ഞാൻ ചോദിച്ചു കൊള്ളാമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോഴിതാ നിനക്ക് സമയം വന്നിരിക്കുകയാണ്, വലിയൊരു അവസരം വന്നിരിക്കുകയാണ്. ചോദിക്കൂ 2 വരം. നീ രാജമാതാവണം, നിന്റെ പുത്രൻ രാജാവായിട്ട് വാഴണം. അതും പറഞ്ഞു കൊടുത്തു എന്താ വരം ചോദിക്കേണ്ടത് എന്ന്. ഒന്ന്, രാമന് പട്ടാഭിഷേകത്തിനായി നിശ്ചയിച്ചിരിക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് ഭരതനെ ചക്രവർത്തിയെ വാഴിക്കണം. രണ്ടാമത്, ഭരതൻ രാജാവായി ഇവിടെ വാഴുന്ന സമയത്ത് രാമനെങ്ങാനും ഇവിടെ നിന്നാൽ ജനങ്ങൾ ഭരതനേക്കാൾ കൂടുതൽ ആദരിക്കുന്നത് രാമനെയായാൽ നിന്റെ പുത്രൻ ഇവിടെ ഭരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാമൻ ഇവിടെ ഉണ്ടാവരുത്. അതുകൊണ്ട് എന്ത് വേണം? രാമനെ 14 വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കണം. എന്തിനാ ഈ 14 വർഷം കാട്ടിലേക്ക് അയക്കുന്നത്? 14 വർഷം ഒരാള് മാറി നിന്നാൽ പിന്നെ അയാൾക്ക് സ്വത്തിൽ യാതൊരു അവകാശവുമില്ല എന്നാണ്. അപ്പൊ നിങ്ങളെക്കുറിച്ച് 14 വർഷം നിങ്ങളുടെ മക്കൾക്കൊരു വിവരമില്ലെങ്കിൽ നിങ്ങൾ മരിച്ചതിന് തുല്യമായി കണക്കാക്കിക്കൊള്ളണമെന്നാണ്. മനസ്സിലായില്ലേ? അപ്പം 14 വർഷം കഴിഞ്ഞിട്ടാണ് ഒരാൾ വരുന്നതെങ്കിൽ അയാളുടെ സ്വന്തം സ്വത്തിൽ അയാൾക്ക് ഗവൺമെന്റിന് വേണമെങ്കിൽ ആ സ്വത്ത് പിടിച്ചെടുക്കാന്നാ പറയുന്നത്. 14 വർഷം ഇതിപ്പോഴും നിയമത്തിലുണ്ടത്, നമ്മുടെ ഇന്ത്യൻ സിവിൽ നിയമത്തിലുണ്ടത്. ജീവപര്യന്തം ശിക്ഷിക്കുന്നത് 14 വർഷം എന്ന്. എന്തിനാ 14 വർഷം വെച്ചിരിക്കുന്നത്? 14 വർഷം കഴിഞ്ഞാൽ പിന്നെ അവന് യാതൊരു സ്വത്തിലും അധികാരമില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ശിക്ഷയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പൊ ശ്രീരാമസ്വാമി 14 വർഷം കാട്ടിൽ പോയിരുന്നാൽ പിന്നെ രാജ്യാവകാശം ആർക്കുണ്ടാവില്ല? രാമനുണ്ടാവില്ല. അതുകൊണ്ട് ഈ 2 വരങ്ങൾ ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? അതും പറഞ്ഞു കൊടുത്തു വഴികൾ. നോക്കണേ, അത്ര ബുദ്ധി മന്ദരയ്ക്കുണ്ടായിരുന്നു. എവിടുന്നാവോ അവര് MBA എടുത്തത്? ഇങ്ങനെയൊക്കെ ഒരാളെ മാനേജ്മെന്റ് പറഞ്ഞു കൊടുക്കാൻ പറയാണ്. നീ മുടിയൊക്കെ അഴിച്ചിട്ട് വസ്ത്രമൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട് ആകെ ഒരു വല്ലാത്ത വേഷത്തിൽ ക്രോധാലയത്തിൽ പോയി കിടക്കണം. നിലത്ത് കിടന്നുരുണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് രാജാവിൽ നിന്ന് കാര്യം സാധിക്കണം. മന്ദര പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ആക്ഷൻ ഈസ് മോർ പവർഫുൾ ദാൻ വേർഡ്സ് എന്നാണ്. വാക്കുകളേക്കാൾ ശക്തി പ്രവൃത്തിക്കുണ്ട് എന്നാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല അറിയാം. അവരുണ്ടല്ലോ, മര്യാദയ്ക്ക് ചോദിച്ചിട്ടൊരു കാര്യം നടന്നിട്ടില്ലെങ്കിൽ പിന്നെ അവർക്കറിയാം ഭയങ്കര കരച്ചിൽ കരഞ്ഞ കാര്യം നടക്കുന്ന. ആക്ഷന് വലിയ കഴിവുണ്ട്. നിങ്ങൾ നോക്കൂ, ഭർത്താവിനോടൊരു കാര്യം ചോദിച്ചിട്ട് വാങ്ങിച്ചു തന്നിട്ടില്ലെങ്കിൽ മുഖമൊക്കെ അങ്ങനെ വീർപ്പിച്ച് 2 ദിവസം മൂഡ് ഓഫ് ആയിട്ട് നടന്നു നോക്കൂ നിങ്ങൾ. 3-ാമത്തെ ദിവസം കാര്യം നടന്നിരിക്കും. ഇത് ഞാൻ പറയുന്നതല്ല, നമുക്ക് പറഞ്ഞു തരുന്നത് മന്ദര വലിയ മാനേജ്മെന്റ് ടീച്ചറാണ്. ഇന്നായിരുന്നെങ്കിൽ അവർക്ക് MBA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലെക്ചറുടെ ജോലി കിട്ടുമായിരുന്നു. അവരെങ്ങനെയാണ് ഒരു കാര്യം സാധിപ്പിക്കേണ്ടത് എന്നുള്ളത് വളരെ വൃത്തിയായിട്ട് ആർക്കറിയാം? മന്ദരയ്ക്കറിയാം. ആക്ഷൻ ഈസ് മോർ പവർഫുൾ ദാൻ വേർഡ്സ് എന്നാണ്. അത് ശരിയാണത്. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നോക്കിയ പല സന്ദർഭങ്ങളിലും നമ്മളത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ആയുധം. അപ്പൊ അങ്ങനെ മന്ദര വഴി പറഞ്ഞെടുത്തു. കൃത്രിമമായിട്ടൊരു ദേഷ്യം ഉണ്ടാക്കണം, ദുഃഖം ഉണ്ടാക്കണം, ഒന്നും ഒറിജിനൽ അല്ല. എന്നിട്ട് രാജാവ് ഇതൊക്കെ സത്യമാണെന്ന് ധരിക്കണം. എന്നിട്ട് അതിന്റെ മോഹാവേശത്തിൽ രാജാവ് നീ ചോദിക്കുന്ന വരങ്ങൾ തന്നു കഴിഞ്ഞാൽ പട്ടാഭിഷേകം നമുക്ക് മുടക്കാൻ പറ്റുന്നു. ഇങ്ങനെ
കൈകേയിയെ മാറ്റിയെടുക്കാൻ ആർക്ക് സാധിച്ചു? മന്ദരയ്ക്ക് സാധിച്ചു. ജീവിതത്തിന്റെ പല സത്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിലല്ലോ പലപ്പോഴും കുടുംബ കലഹങ്ങൾക്ക് കാരണം നാം തുറന്ന മനസ്സില്ലാതെ പോകുമ്പോഴാണ്. കൈകേയി ഒരുപക്ഷെ ഇത് ദശരഥ മഹാരാജാവിനോട് ഡിസ്കസ് ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. ദശരഥ മഹാരാജാവ് കൈകേയിയോട് ഈ കാര്യം ഡിസ്കസ് ചെയ്തിരുന്നുവെങ്കിൽ, തന്റെ പത്നിമാരോട് കൂടിയാലോചിച്ചു ചെയ്തിരുന്നുവെങ്കിൽ ഈ പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. പട്ടാഭിഷേകത്തിന്റെ മുമ്പ് തന്നെ ദശരഥ മഹാരാജാവ് 3 പത്നിമാരെയും വിളിച്ച്, ഇങ്ങനെ രാമന് പട്ടാഭിഷേകം ചെയ്താൽ എന്താണ്, നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് എന്ന് ഓരോരുത്തരോടും ചോദിച്ചുറപ്പിച്ചിട്ടാണ് തീരുമാനമെടുത്തിരുന്നതെങ്കിൽ കൈകേയിയുടെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരു മന്ദരയ്ക്ക് സാധിക്കുമായിരുന്നില്ല. അപ്പൊ എപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പൺ മനസ്സ് നഷ്ടപ്പെടുമ്പോഴാണ്. അപ്പോഴാണ് നമ്മുടെ വീട്ടിലല്ലാത്ത തേർഡ് പാർട്ടി നമ്മുടെ വീട്ടിൽ ഇടപെടുന്നത്. അപ്പോഴാണ് നമ്മൾ തമ്മിൽ സഹോദരന്മാരും ഭാര്യാഭർത്താക്കന്മാരും ഒക്കെ കലഹിക്കുന്നത്. എല്ലാ കലഹത്തിന്റെ പിന്നിലും ഒരു തുറന്ന മനസ്സില്ലായ്മ നിങ്ങൾക്ക് കാണാം. രാമായണം ഹയസ്റ്റ് മാനേജ്മെന്റ് ആണത്.